അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മശായിഖന്മാർ അവരാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ്. അവരെ കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ദുനിയാവിൽ പലതും കാട്ടി പലതും പറഞ്ഞ് രസിച്ച് ചിരിച്ച് ആരുടെയൊക്കെ ശിങ്കിടിയായി പോകാം എന്നല്ലാതെ ശാശ്വതമായ ഒരു വിജയത്തിന് മശായിഖന്മാർ അത്യാവശ്യമാണ്. അത് എത്ര വലിയ ഹോജകളാണെങ്കിലും മശായിഖന്മാരില്ലെങ്കിൽ അവരുടെ വിജ്ഞാനം ബാലുഷ്യമാണ്. അതിലേക്കാണ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വെളിച്ചം വീശുന്നത്. മഹാനവറുകൾ പറയുന്നത് കാണാം, കാനൽ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു യജ്ലിസു ബൈന യദൈ ഷൈബാനു റാഇ റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഷൈബാനു റാഇ എന്ന സാഹിദും ആബിദുമായ വലിയ ഒരു ഷെയ്ഖിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കമാ യജ്ലിസു സ്വബിയു ഫിൽ മക്തബ്, ഒരു വിദ്യാലയത്തിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് അടുക്കും ചിട്ടയോടും കൂടി ഇരിക്കുന്നത്, ആ രൂപത്തിലാണ് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഷൈബാനുർ റാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്തിനു വേണ്ടി? ലിയസ്അലഹു അൻ ദഖായിഖിൽ അഹ്കാം. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഷൈബാനുർ റാഇ റളിയല്ലാഹു അൻഹുവിനോട് വിജ്ഞാനത്തിൻ്റെ അഹ്കാമുകളുടെ ദഖായിഖുകളെ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുപോലെ അഹ്വാലുൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ അഹ്വാലുകൾ, ആ അഹ്വാലുകൾ, അവസ്ഥകൾ ചോദിച്ചു മനസ്സിലാക്കാനാണ് ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാലയത്തിൽ അധ്യാപകന്റെ മുമ്പിൽ അച്ചടക്കത്തോടെ ഇരിക്കുന്ന രൂപത്തിലിരിക്കുന്നത്. തവാളുഅൻ മിൻഹു വതലബൻ ലിൽ ഇൽമി അല്ലദീ യുജ്മഉ ബൈന ഫിഖ്ഹി വസ്സുഹദ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ബഹുമാനിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഫിഖഹിൻ്റെയും സുഹദിൻ്റെയും ഇടയിൽ ജംഉ ചെയ്യപ്പെട്ട വിജ്ഞാനങ്ങളെ നുകരുന്ന നിലക്കുമാണ് മഹാനവറുകളുടെ മുമ്പിലിരിക്കുന്നത്. ഇഅ്തിറാഫൻ മിൻഹു ബിഫളില്ലാഹി ബിഫളി ശൈബാന വഉലുവി മഖാമിഹി ഫിൽ ഇർഫാൻ. എല്ലാ നിലയിലും അവിടുത്തെ സ്ഥാനങ്ങളെയും മാനങ്ങളെയും ഒക്കെ അംഗീകരിച്ച് ബഹുമാനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തിനല്ല? പരിശോധനയ്ക്ക് പോയതല്ല എന്നർത്ഥം. ചില ആൾക്കാർ പരീക്ഷിക്കാൻ പോവല്ലോ. ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ 18-ാം തീയതി സാവിയെ ചെന്നപ്പോൾ അവിടെ കുറച്ച് പ്രായമുള്ള ഒരു സഖാഫി, അദ്ദേഹം സഖാഫിയാണെന്ന് അദ്ദേഹം തന്നെ എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഷെയ്ഖുന വരുന്നുണ്ടോ, ഇപ്പോൾ എത്തുമോ, ഇവിടെ ഉണ്ടോ ഷെയ്ഖുന എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചല്ല, നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത്? അതെ, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങളോ? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായി വരുന്നത്. എങ്ങനുണ്ട് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെ? അൽഹംദുലില്ലാ, വളരെ റാഹത്താണ്, സന്തോഷമാണ്. ഇവരിപ്പോൾ വളരുന്നുണ്ടെന്നുള്ളത് ശരിയാണോ എന്ന് ചോദിച്ചു. ഗുരുവട്ടൂർ വളരുന്നുണ്ടോ? ഞാൻ പറഞ്ഞ്, എങ്ങനെയായി വളരുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആൽപ്പെരുപ്പമാണോ? ഇവിടെ ഇപ്പോൾ വളർത്താനും വളരാനും ഒന്നും ഉള്ള കാര്യങ്ങളല്ല. ആത്മീയമായ ഒരു മാർഗം കാണിച്ചു തരിക, റൂട്ട് കാണിച്ചു തരിക, അതിൽ ഹിദായത്തുള്ളവരൊക്കെ ഇവിടെത്തും. അങ്ങനെ പരസ്പരം സ്നേഹത്തിലും അബദ്ധത്തിലുമൊക്കെയായി പോകും. അല്ലാതെ ഇവിടെ
ദുനിയാവിൽ കുറച്ച് ആൾക്കാരെ കൂട്ടി വലിയ സ്ഥാപനങ്ങളൊക്കെ കെട്ടി അങ്ങനെ ആൾപ്പെരുമ കാണിക്കാനും ആൾപ്പെരുപ്പം കാണിക്കാനും ഒന്നും ലക്ഷ്യം അല്ല. പേരോടിനെതിരെ ഇവരൊക്കെ പറഞ്ഞിട്ടൊന്നും പേരോടിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ ഡീപ്പായിട്ട് കിടക്കുന്നില്ല. ഏതായാലും ഓരോരുത്തർ വരുന്നത് പല പല ലക്ഷ്യങ്ങളിലാണ് എന്നർത്ഥം. ഇവിടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോയതോ അതോടുകൂടി വിജ്ഞാനങ്ങൾ നുകരാൻ വേണ്ടിയാണ് എന്നു സാരം. അപ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇതിലൂടെ ബോധ്യപ്പെടുത്തുന്നത് എത്ര വലിയ ഫഖീഹാണെങ്കിലും മശായിഖ് ഇല്ലെങ്കിൽ ഒക്കെ ദുനിയാവായി മാറും. അപ്പോൾ മശായിഖന്മാരുടെ നിലനിൽപ്പിലാണ് ഇവരൊക്കെയും ഉള്ളത്. മഹാനായ ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നത് കാണാം, മിമ്മാ യദുല്ലുക അലാ സിഹ്ഹതി മദ്ഹബിൽ ഫുഖറാ കസറതു കറാമതിഹിം. മശായിഖന്മാരുടെ റൂട്ട് അതാണ് ശരിയെന്ന് അറിയിക്കുന്ന ദലീലാണ് അവരുടെ കറാമത്തുകളുടെ പെരുപ്പം. അപ്പം ഇസ്തിഖാമത്ത് മാത്രം മതി എന്നും പറഞ്ഞ് പറയുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കണം. ഇസ്തിഖാമത്തും വേണം, എന്നാൽ കറാമത്തോ അതും വേണം. അപ്പം കറാമത്തൊന്നും വേണ്ട, അതൊന്നും വേണ്ട, ഇസ്തിഖാമത്ത് മതി എന്ന് പറഞ്ഞാൽ പൊള്ളത്തരമാണ്. കറാമത്ത് വേണം. ഇവിടെ നോക്കൂ നിങ്ങൾ, എത്രയോ അമ്പിയാക്കൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ വളർത്തിയത് അവരുടെ മുഅ്ജിസത്ത് കൊണ്ടല്ലേ. ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടല്ലേ. അപ്പൊ പിന്നെ കറാമത്ത് വേണ്ട, ഇസ്തിഖാമത്ത് മതി. അപ്പൊ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ആ ഇസ്തിഖാമത്തിലൂടെ നേടി കിട്ടുന്നതാണല്ലേ കറാമത്ത്. അതല്ലേ കറാമത്ത്. അപ്പൊ കറാമത്ത് അതിൻ്റെ പെരുമയാണ്, മശായിഖന്മാരുടെ റൂട്ട് ശരിയാണ് എന്നതിൻ്റെ ദലീൽ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വമാ റഅയ്നാ അഹദൻ മിനൽ ഫുഖഹാഇ വഖഅ യദൈഹി കറാമ. ഞാനൊരൊറ്റ ഫഖീഹന്മാരെയും അവരിൽ നിന്നും കറാമത്ത് സംഭവിച്ചതായി എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല അൻ സലക മനാഹിജഹും, അവർ ഈ മശായിഖന്മാരുടെ റൂട്ടിൽ കടന്നതിന് ശേഷമല്ലാതെ കറാമത്തുണ്ടായിട്ടില്ല. അപ്പൊ കറാമത്തുണ്ടായി എന്നത് ഔലിയാക്കൾ നിന്നാണ്. അപ്പൊ വിലായത്ത് വരണമെങ്കിൽ ലാഹിറുൽ ഇൽമു പറ്റൂല എന്നർത്ഥം. എന്തു വേണം? മശായിഖന്മാരുടെ റൂട്ടിലേക്ക് കടക്കണം, എങ്കിൽ മാത്രമേ വിലായത്ത് ലഭിക്കുകയുള്ളൂ. വെറുതെ ഫിഖ്ഹ് ഖുത്ബിയും ഹംദുല്ലയും ഖാദിയും ബൈളാവിയും ഇതൊക്കെ മാത്രം ഇങ്ങനെ ഓതി ദറസെടുത്തതിൻ്റെ പേരിൽ വിലായത്ത്. എന്തു വേണം? മശായിഖന്മാരുടെ റൂട്ടിലേക്ക് കടക്കണം. അത് പ്രത്യേകമായൊരു റൂട്ടാണ്. അതാണ് ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ബോധ്യപ്പെടുത്തുന്നത്. മഹാനായ ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയാൻ, വഖദ് ഷാഹദനാ കുല്ല മൻ അൻകറ അലൽ ഫുഖറാഇ മിൻ ഗൈരി ദുഖൂലിൻ ഫീ ത്വരീഖതിഹിം. അവരുടേതായ മാർഗത്തിൽ കടന്ന് അവരെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ വിടുവായിത്തങ്ങൾ പറയുന്ന, നിഷേധിക്കുന്ന, അവരെ നിഷേധിക്കുന്ന മശായിഖുമാരെ നിഷേധിക്കുന്നവരെ നമ്മൾ നേരിട്ട് ദർശിച്ചവരാണ്. യസീറു അലാ വജിഹി കആബ, അവരുടെ മുഖം ഇരുണ്ടതായി നമ്മൾ ദർശിച്ചിട്ടുണ്ട്. വഅലാമത്തുൻ അല ത്വറദി വൽ മഖ്തി ലാ തുഖ്ഫാ അലാ ദി ബസീറ. അതുപോലെ തന്നെ അത് തിരസ്കാരത്തിൻ്റെയും അതുപോലെ വെറുപ്പിൻ്റെയും അടയാളമാണ്. അത് മശായിഖന്മാർക്ക് അവ്യക്തമല്ല, അവർക്ക് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടും. എന്നിട്ട് മഹാനായ ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ യൻഫഉല്ലാഹു തആല ബിഇൽമിഹി അഹദൻ
ബിഖിലാഫി അഹ്ലിൽ ഇഅ്തിഖാദി ഫീഹിം. കണ്ടോ, ഒരാളുടെയും ഇൽമ് അത് നാഫി ആവൂല ഈ മശായിഖന്മാരോടുള്ള ഖിലാഫ് കാരണം, അവരെ വെറുത്താൽ, അവരോട് അഭിപ്രായ വ്യത്യാസം വന്നാൽ ഒരാളുടെ ഇൽമും നാഫി ആവുകയില്ല. മനസ്സിലായോ? അപ്പോൾ മഹാന്മാരായ മശായിഖന്മാരാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ്, നമ്മുടെ നിലനിൽപ്പ്. ലൗലല്ലദൂന ബിർദുൻ യസൂമൂന വആഖറൂന സിർദുൻ യഖൂമൂന ലദഖദഖത് അർദുകും മിൻ തഹ്തികും സിഹറ. തുടർന്നൊരു ബെയ്ത്ത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കൊണ്ടുവരുന്നത് കാണാം. ഏതായാലും അല്ലാഹു തആല മശായിഖന്മാരുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. CM മടവൂർ റളിയല്ലാഹു അൻഹുവിൻ്റെ മദദിലായി നമ്മളെ ആക്കി തീർക്കട്ടെ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.